പോകാം. യുദ്ധം അവസാനിപ്പിക്കാൻ 3 ഉപാധികളുമായി ഇറാന്റെ പരമാധികാരവും അന്താരാഷ്ട്ര തലത്തിലെ അവകാശങ്ങളും യുഎസും ഇസ്രയേലും അംഗീകരിക്കണം. ആക്രമണങ്ങളിൽ ഇറാനുണ്ടായ നാശനഷ്ടങ്ങൾക്ക് പരിഹാരം നൽകണം. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് രേഖാമൂലം ഉറപ്പു നൽകണം എന്നിവയാണ് ഉപാധികൾ. ഇതിനിടെ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളിൽ ഐക്യരാഷ്ട്രസഭ ഇറാനെതിരെ പ്രമേയം പാസാക്കി. ഇറാനുള്ളിൽ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ടെന്നും ഉടൻ പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വ്യക്തമാക്കി. And as we take decisive action to stop the threat posed by the terrorist regime in Iran with Operation Epic Fury. Is that a great name? Well, it's only good if you win. You know, you can only do. And we've won. Let me tell you, we've won. You know, you never like to say too early you won. We won. We won the bet. In the first hour, it was over. We don't want to leave early, do we? Huh? We got to finish the job, right? Over the past 11 days, our military has virtually destroyed Iran. Tough country. Their air force is gone, totally gone. That took the better part of about 3 hours. They no longer have radar. They don't have anti-aircraft equipment. They don't have anything. Their missiles are down 90%. Their drones are down 85%. And I can only say this. They were all prepared. They're very strong. You know, they're going to try and take over the whole Middle East. They were going to knock out Israel. They don't know what the hell hit them, right? They don't know what hit them. അജയ് സുധ ബിജു ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അജയ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ ഇതാ ഇറാൻ 3 ഉപാധികൾ മുന്നോട്ട് വെച്ചിരിക്കുന്നു. അപ്പോഴും ട്രംപ് പറയുന്നത് ഇനിയും കുറച്ച് കാര്യങ്ങൾ കൂടി ഇറാനിൽ ചെയ്തു തീർക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു നീക്കം ഇപ്പോൾ ഉണ്ടാകില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉയർന്നു വരുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഡൊണാൾഡ് ട്രംപ് പറയുന്ന ഈ 3 ഇത്തരം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ അതെന്തൊക്കെയാണെന്നുള്ളതാണ്. ട്രംപ് ഓരോ സമയത്തും ഓരോ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞു ഈ യുദ്ധം ഏത് നിമിഷം വേണമെങ്കിലും അവസാനിപ്പിക്കും, ഈ യുദ്ധം അവസാനിക്കുന്നത് എപ്പോഴാണെന്ന് തീരുമാനിക്കുന്നത് US ആണ് എന്നെല്ലാം ട്രംപ് വ്യക്തമാക്കിയിരുന്നു. അതിനുശേഷം ഇപ്പോഴദ്ദേഹം പറയുന്നത് ഇറാനകത്ത് കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്തു തീർക്കാനുണ്ട്, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞത് ഉടൻ തന്നെ അവിടെ നിന്ന് പിന്മാറും എന്നല്ല അതുകൊണ്ട് അർത്ഥമാക്കിയത്. ഇറാനകത്ത് ഇറാൻ്റെ ശക്തി പൂർണ്ണമായും നശിപ്പിക്കണം, അവർ ഇപ്പോൾ തന്നെ തോറ്റു കഴിഞ്ഞു, ഞങ്ങൾ US ഒരു യുഎസിന്റെ വിജയം കൂടി അദ്ദേഹം പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ഇത്തരമൊരു പ്രസംഗം നടത്തിയത്. അദ്ദേഹം പറയുന്നത് അവരുടെ മിസൈലുകൾ 90% ഇല്ലാതായി, ഡ്രോണുകൾ 85% ഇല്ലാതായി, അവർ മിഡിൽ ഈസ്റ്റിൽ മുഴുവൻ തങ്ങളുടെ അധികാരം വ്യാപിപ്പിക്കാനിരുന്നതാണ്, ഇസ്രായേലിനെ പൂർണ്ണമായി നശിപ്പിക്കാനിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അവർ ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് പോലും സ്വയം മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഇറാൻ നശിച്ചു കഴിഞ്ഞു എന്നെല്ലാം ട്രംപ് പറയുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ നിലവിൽ ഇറാൻ കീഴടങ്ങാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാനായി 3 ഉപാധികളുമായി മുന്നോട്ട് വന്നത്. ഇപ്പോൾ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ആദ്യമായാണ് ഇറാൻ ഇത്തരത്തിൽ 3 ഉപാധികൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇതിനു മുൻപേ ഇറാൻ കീഴടങ്ങാൻ ഉദ്ദേശമില്ല, തങ്ങൾ ആക്രമണം തുടരും എന്നെല്ലാമായിരുന്നു വ്യക്തമാക്കിയിരുന്നത്. ഇപ്പോൾ നിലവിൽ യുദ്ധം അവസാനിപ്പിക്കാനായി അവരൊരു സമാധാന ശ്രമവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതിനിടെയാണ് UN ഇറാനെതിരെ റെസൊല്യൂഷൻ പാസ്സാക്കിയത്. ഇപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റാണോ നിലവിലെ സമാധാന ഉപാധികൾ എന്നതുകൂടി നമ്മൾ ഇനി വരും ദിവസങ്ങളിൽ നോക്കി കാണേണ്ടതാണ്. എന്തായാലും ഇറാൻ ഈ ഉപാധികൾ വച്ചിട്ടുള്ളത് റഷ്യയുമായിട്ടും അതുപോലെ പാകിസ്ഥാനുമായിട്ട് നടത്തിയ ഉന്നതതല ചർച്ചകളുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഇറാൻ്റെ പ്രതിനിധി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ടും പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫുമായിട്ടും ചർച്ചകൾ നടത്തിയിരുന്നു. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 3 ഉപാധികൾ മുന്നോട്ട് വെച്ചു. അതായത് യുഎസും ഇസ്രായേലും ഇറാന്റെ പരമാധികാരത്തെ അംഗീകരിക്കണം, അന്താരാഷ്ട്ര തലത്തിൽ ഇറാനുള്ള അവകാശങ്ങൾ അതും അംഗീകരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ ഫെബ്രുവരി 28 മുതൽ തുടങ്ങിയിട്ടുള്ള ആക്രമണങ്ങളിൽ ഇറാന് എല്ലാവിധ നഷ്ടപരിഹാരങ്ങളും നൽകണം. ഇറാന് സൈനികമായും സാമ്പത്തികമായിട്ടും ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾക്ക് അവർ പരിഹാരം നൽകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഇനി ഭാവിയിൽ ഇത്തരം ആക്രമണം ഒന്നും തന്നെ ഉണ്ടാകില്ല എന്ന് ഇറാന് രേഖാമൂലം ഉറപ്പും നൽകണം എന്നും ഇപ്പോൾ നിലവിൽ അവർ ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാനാണ് നിലവിൽ ഇത്തരം 3 ഉപാധികളുമായിട്ട് രംഗത്ത്
രംഗത്തെത്തിയിട്ടുള്ളത്. അതിനിടെ UN ഇറാനെതിരെ ഒരു വലിയ നീക്കം തന്നെ നടത്തിയിരിക്കുകയാണ്. അതായത് UN ഇറാനെതിരെ അവരുടെ സുരക്ഷാ സമിതിയിലുള്ള 15 അംഗങ്ങളിൽ 13 അംഗങ്ങളുടെയും പിന്തുണയോടെ പ്രമേയം അവതരിപ്പിച്ചിരിക്കുകയാണ്. അതായത് പശ്ചിമേഷ്യയിൽ നടക്കുന്ന ആക്രമണങ്ങൾ അത് ഇറാൻ എത്രയും വേഗം നശിപ്പിക്കണം എന്നാണ്, എത്രയും വേഗം അവസാനിപ്പിക്കണം എന്നാണ് ഇപ്പോൾ UN പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ ഈ ഒരു ഇറാന്റെ ആക്രമണങ്ങൾ അത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നും ഇപ്പോൾ ഇത് ആഗോള സമാധാനത്തിന് ഭീഷണിയാണെന്നും UNന്റെ ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. ബഹ്റൈനാണ് 135 രാജ്യങ്ങളുടെ പിന്തുണയോടെ ഇത്തരം ഒരു പ്രമേയം അവതരിപ്പിച്ചത്. എന്നാൽ റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, 2 രാജ്യങ്ങളാണ് സുരക്ഷാ സമിതിയിൽ ഇതിൽ നിന്ന് വിട്ടുനിന്നത്. ഇതിനെതിരെ വോട്ട് ചെയ്തിട്ടില്ല, ഈ പ്രമേയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. അതേസമയം റഷ്യ ഇറാനെ പിന്തുണച്ചുകൊണ്ട് ഒരു ബദൽ പ്രമേയം ഈ UN-ൽ അവതരിപ്പിക്കുകയുണ്ടായി. അതായത് ഈ മേഖലയിൽ നടക്കുന്ന ആക്രമണങ്ങൾക്ക് എല്ലാ രാജ്യങ്ങളും ഒരേപോലെ ബാധ്യസ്ഥരാണ്, എല്ലാ രാജ്യങ്ങളും ഒരു കൂട്ടായ ഉത്തരവാദിത്തത്തോടെ ഈ ആക്രമണങ്ങൾ നിർത്താൻ തയ്യാറാകണം എന്നതായിരുന്നു റഷ്യയുടെ പ്രമേയം. എന്നാൽ ഈ പ്രമേയം അത് ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. മൊത്തം 4 ഈ സുരക്ഷാ സമിതിയിലുള്ള 4 അംഗങ്ങൾ ഇതിനെ പിന്തുണച്ചു, 2 അംഗങ്ങൾ ഇതിനെ എതിർത്തു. എന്നാൽ ബാക്കിയുള്ള എല്ലാവരും ഇതിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്തത്. അത്തരത്തിൽ റഷ്യ മുന്നോട്ട് വെച്ച പ്രമേയം പാസ്സായി. റഷ്യയുടെ ഒരു ആക്ഷേപം എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനെതിരെ പാസ്സാക്കിയിരിക്കുന്ന ഈ പ്രമേയം എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ ഏകപക്ഷീയമാണ്. അമേരിക്ക നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെ പറ്റി ഇതിൽ പരാമർശമില്ല, ഇസ്രയേലിനെ പറ്റിയിട്ടും പരാമർശമില്ല. ഇറാനെതിരെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു പ്രമേയമായിരുന്നു. റഷ്യ ഇതേ സമയം മുന്നോട്ട് വെച്ച പ്രമേയം എല്ലാ രാജ്യങ്ങളും കൂട്ടുത്തരവാദിത്തം എടുക്കണമെന്നുള്ളതാണ്. ഒരു രാജ്യത്തെ മാത്രം ഇതിൽ പർട്ടിക്കുലറായി കുറ്റം പറയുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പക്ഷേ ഇത് മാത്രമാണ് ഇവിടെ പരാജയപ്പെട്ടുപോയത്. അതേസമയം ഈ പശ്ചിമേഷ്യയിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു എണ്ണ യുദ്ധമാണ് നടക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്രൂഡ് ഓയിലിന്റെ വില ഇന്നും ഉയർന്നിട്ടുണ്ട്. ഇന്നലെ $90 പെർ ബാരലായിരുന്നുവെങ്കിൽ ഇന്നത് 94ലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ മേഖലയിൽ ഇപ്പോൾ ഇറാഖിലുള്ള ഒരു തുറമുഖത്തുള്ള 2 എണ്ണക്കപ്പലുകൾക്ക് നേരെ ആക്രമണം നടന്നിട്ടുണ്ട്. ഈ ആക്രമണങ്ങളിൽ ഒരാൾ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം കൂടിയുണ്ട്. 38 പേരെ രക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒമാന്റെ തീരത്തുള്ള ഒരു പോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. പോർട്ടിലുള്ള ഒരു എണ്ണ ടാങ്കറിന് നേരെ ആക്രമണം ഉണ്ടായി. അവിടെയും വലിയ തീപിടുത്തമാണ്. പല രാജ്യങ്ങളിലേക്കും ഇപ്പോഴും മിസൈലുകളും ഡ്രോണുകളും അയക്കുകയാണ്. യുഎയിൽ ഒരു കെട്ടിടത്തിൽ, ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ ചെറിയ തോതിൽ തീപിടുത്തമുണ്ടായി. അത് ഉടൻ കെടുത്തി മറ്റ് പരിക്കുകളൊന്നും ആർക്കും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ പല ആക്രമണങ്ങളും നിലവിലും തുടരുകയാണ് മേഖലയിൽ. ശരി, അജയ് സുധ ബിജുവാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.